വെൽക്കം ടു SJ ടേസ്റ്റി ഫുഡ്. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. ഒരു ബനാന പാൻ കേക്കാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 ചെറിയ ഏത്തപ്പഴമാണ് അധികം പഴുക്കാത്തത്, 2 മുട്ട, 4 ഏലക്ക, കുറച്ച് പഞ്ചസാര, 2 ടീസ്പൂണ് പാല്, നെയ്യ് ആവശ്യം. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള നെയ്യ്. ഇത്ര സാധനം നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം ഉണ്ടാക്കാം. ഇത് മുട്ട, ഇത് എല്ലാം കൂടെ പഞ്ചസാര, മുട്ട, പാലും കൂടി നമുക്ക് അടിച്ചെടുക്കണം, നല്ല പതപ്പിച്ചെടുക്കണം. ഒരു 3 സ്പൂൺ പഞ്ചസാര. മധുരം അധികം ആവശ്യമുള്ളവർക്ക് കൂടുതലിടാം, അല്ലാത്തവർക്ക് 3 സ്പൂൺ. ഒരു 3 സ്പൂണ് പാല്, 3-3.5 ഇടാം കേട്ടോ, ഇത്രയും ഇടാം. നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. സ്പൂൺ കോൺഫ്ലവർ ഇട്ടും കൂടെ നമുക്ക് അടിച്ചെടുക്കാം ഒന്നും കൂടെ. അപ്പോൾ ഇത്തിരി കൂടെ ഒരു നല്ല പഞ്ഞി കിട്ടും, പഞ്ഞി പോലെ കിട്ടും. അതിന് വേണ്ടിയാണ് കോൺഫ്ലവർ അടിക്കുന്നത്. 2 സ്പൂണ്, 1.5 സ്പൂൺ നെയ്യിട്ട് നമുക്ക് പഴം ഒന്ന് വഴറ്റിയെടുക്കാം. നെയ്യ് ചൂടായതിന് ശേഷം പഴം ഇടുക, സ്പൂൺ പഞ്ചസാര ഇടാം. ശരിക്കും നമുക്ക് വഴറ്റിയെടുക്കണം. അടുപ്പ് ഓഫ് ചെയ്തിട്ട് ആറി കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതിലോട്ട് ഏലക്കയും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പഴവും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടിട്ട് ഇതിലോട്ടിടും. നമ്മൾ പറയാം, നമ്മൾ പാലും മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ച് വെച്ചിരിക്കുന്ന മിശ്രിതത്തിലോട്ട് ഏലക്കയും നമ്മൾ നെയ്യിൽ വരട്ടി വെച്ചിരിക്കുന്ന പഴവും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. നമുക്കിനി വേവിച്ചെടുക്കാം. ഇതിൻ്റെ അടിവശം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേമാതിരത്തെ ഒരു ഫ്രൈ പാനും കൂടെ എടുത്തതിന് ശേഷം കമത്തി ഇട്ടിട്ട് വേവിക്കണം. ഇങ്ങനെ പിന്നെ മറ്റേ വശം കൂടെ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ബനാന പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ബനാന പാൻ കേക്കാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. 2 മുട്ടയും 2 ഏത്തപ്പഴവും ഉണ്ടെങ്കിൽ സംഭവം റെഡി ഇവിടെ. പിള്ളേർക്ക് ഇഷ്ടപ്പെടും. നെയ്യിലാണ് എല്ലാം ഫുൾ ചെയ്യുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ നിൽക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ.